ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം അല്ലെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനങ്ങളിൽ നിന്ന് നമ്മളുടെ കണ്ണും കാതും ഒക്കെ അടച്ചു പിടിച്ച് എങ്ങനെയാണ് ജീവിക്കുക അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയ ഓരോ വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ക്രിറ്റിസിസം എന്നാൽ എന്താണ്? വിമർശനം എന്നാൽ എന്താണ്? അത് നമ്മളുടെ വളർച്ചയെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകമാണ്. എല്ലാ വ്യക്തികൾക്കും ഭൂമിയിൽ ജീവിക്കുന്ന പ്രായഭേദമന്യേ ആ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനങ്ങളെ അതിജീവിക്കേണ്ടി വരും, അല്ലെങ്കിൽ എതിരിടേണ്ടി വരും, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരും. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, മറ്റേത് നെഗറ്റീവ് ക്രിറ്റിസിസം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്നാണെന്ന് വെച്ചാൽ നമ്മളെ അടുത്തറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ നമ്മളോട് അനുകമ്പ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മളുടെ വളർച്ചയെ അല്ലെങ്കിൽ ഗ്രോത്തിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ക്രിറ്റിസിസം. അച്ഛനമ്മ അല്ലെങ്കിൽ അധ്യാപകർ അല്ലെങ്കിൽ നല്ല കൂട്ടുകാർ, അങ്ങനെയുള്ളവർ നമ്മൾ കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യണം, പഠിക്കുന്ന രീതിയിൽ വേറെ രീതിയിൽ തിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം ആ ഒരു രീതിയിലായതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ വളർച്ചയെ കുറച്ചുകൂടി പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നമുക്ക് തന്ന് നമ്മളെ സഹായിച്ച് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്ന അതിനെയാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒന്നാണ് നെഗറ്റീവ് ക്രിറ്റിസിസം. അത് എന്ന് പറഞ്ഞാൽ നമ്മളെ വളരാൻ അനുവദിക്കാതെ പല രീതിയിലും അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആളുകൾ നമ്മളെ വിമർശിക്കുക, നമ്മൾ കേൾക്കുകയായാലും കേൾക്കാതെ ആയാലും വിമർശിക്കുക. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കഥ ഞാൻ പറയാം. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മജീഷ്യനാണ് ഗോപിനാഥ് മുതുകാടൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. അതായത് കുറേ മരം വെട്ടുകാർ കുറേ മരങ്ങൾ വെട്ടാൻ പോവുകയും ഒരു മരത്തിനെ മാത്രം മാറ്റി നിർത്തി ബാക്കി എല്ലാത്തിനെയും വെട്ടിയെടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ചോദിക്കും, ആ മരം എന്തേ വെട്ടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് അത് വെട്ടിക്കൊണ്ട് പോയിട്ട് യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് അതിനെ വെറും പാഴ്ത്തടിയാണ്, അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്തത് കൊണ്ട് അതിനെ വെട്ടുന്നില്ല, അവിടെ നിർത്തിയേക്കാം, ബാക്കിയെല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ട് അവർ പോയി. ആ കഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ക്രിറ്റിസിസം അല്ലെങ്കിൽ നെഗറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ വളരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയെ വിമർശിക്കാൻ വരുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങൾ എല്ലാം നിങ്ങളോളം എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട്, മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങളെ പിന്നിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ടുള്ള വിമർശനങ്ങളാണ്, ആ നെഗറ്റീവ് രീതിയിലുള്ളതാണ് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഒരു പ്ലേറ്റ് നിറച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ട് വെച്ചിട്ട്, അയ്യോ അത് കഴിക്കല്ലേ, അത് ഭയങ്കര വിഷമാണ്, അതിന് ഭയങ്കര എരിയാണ്, ഭയങ്കര സ്പൈസിയാണ്, അല്ലെങ്കിൽ 2-3 ദിവസമായി ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്നുകൂടെ ചൂടാക്കി തന്നതാണ് എന്ന് അവിടെ അടുത്ത് വന്നതെന്ന് എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഞാൻ കഴിച്ചിരിക്കും, എന്ത് പറഞ്ഞാലും ഞാൻ കഴിച്ചിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അതിനോട് കാണിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഡിസയർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം എടുത്ത് മുന്നോട്ട് നീങ്ങിപ്പോകുമ്പോൾ ഇതുപോലെ പല ആൾക്കാരും പല സാഹചര്യത്തിലും വന്നു നിന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുക, നിങ്ങളെ ഭയപ്പെടുത്തുക, നിങ്ങളെ പിന്നോട്ട് വലിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ദോഷവശങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഊഹാപോഹങ്ങൾ പറഞ്ഞ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ കാണിച്ച ആ ഒരു ഇൻറ്റൻഷനോട് കൂടി എന്ത് വന്നാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി,
എൻ്റെ ക്രിയേറ്റീവ് ഐഡിയാസ്, എൻ്റെ പാഷൻ അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്നുള്ള ദൃഢപ്രതിജ്ഞയാണ് വേണ്ടത്. പിന്നെ ഈശ്വരനോടുള്ള വിശ്വാസവും. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് നിങ്ങളെ ലെവലേശം ബാധിക്കില്ല. നിങ്ങളെ വിമർശിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിങ്ങളോളം എത്തിപ്പെടാനോ നിങ്ങളുടെ അത്രയും കഴിവുകളെടുത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ പുറകേട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരത്തെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കഥയുടെ ബാക്കി ഞാൻ പറഞ്ഞു തരാം. ആ തടി മുറിക്കാതെ അത് വെറും പാഴ്ത്തടിയാണെന്ന് കരുതി മാറ്റി അങ്ങ് കളഞ്ഞുവെങ്കിൽ നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ ഡിസയർ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ആരും പറയുന്നത് കേൾക്കുന്നില്ല, ആരുടെടുത്തും നിങ്ങൾ ഒന്നിനും ഒരു വാലിഡേഷന് വേണ്ടിയിട്ട്, ഒരു തീരുമാനത്തിന് വേണ്ടി, ഒരു അംഗീകാരത്തിന് വേണ്ടി നിന്നു കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോഴും ഈ പാഴ്ത്തടിയുടെ വേറൊരു വേർഷനായി നിങ്ങളും മാറും. എങ്ങനെ എന്ന് ചോദിച്ചാൽ അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അവർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, വെറും അഹങ്കാരിയാണ്, വെറും തെമ്മാടിയാണ്, അവൻ്റെ ബോധിച്ച വഴിയിൽ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അവർക്കൊന്നും മുഖം കൊടുക്കാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് വൈബിൽ, ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് പോകുമ്പോൾ ഒരു പട്ടത്തിൻ്റെ നാട വിട്ട് അത് ആകാശത്തേക്ക് പാറിപ്പറന്ന് പോകുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയാണ് നിങ്ങൾ ഓരോന്നായി നേടിയെടുക്കുന്നത്. അപ്പോൾ ഈ വിമർശിക്കുന്ന ആളുകളെല്ലാം ഇതുപോലെ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സിന് ഉള്ളിൽ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടാവും. അതായത് അവരെയും പിടിച്ചു നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. ഈ പഴുത്തടിയുടെ വേറൊരു വേർഷൻ, അതായത് ദേ ആർ വെരി പവർഫുൾ, ദേ ആർ വെരി പോസിറ്റീവ് ആൻഡ് ദേ ആർ അൺസ്റ്റോപ്പബിൾ. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ കാതടച്ച് കണ്ണുകൾ അടച്ച് നമ്മളുടെ ജീവിത വീഥിയിൽ നമ്മളുടെ ആഗ്രഹങ്ങളെ എല്ലാം നേടിയെടുത്തുകൊണ്ട് ഒരു പറവയെപ്പോലെ, ഒരു പട്ടത്തിനെ പോലെ ആകാശത്തേക്ക് പാറിപ്പറക്കുക. ഇതിന് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക, വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, നമ്മളുടെ ഇമോഷൻസിനെ വളരെ ലോ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിനെ വളരെ ഹൈ ആക്കി കൊണ്ടുവരികയും ഒക്കെ ചെയ്താൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാനും മറ്റുള്ളവരുടെ കമൻസ് അല്ലെങ്കിൽ വിമർശനം അല്ലെങ്കിൽ ക്രിറ്റിസിസത്തിൽ നിന്ന് നമുക്ക് ഒഴിവായി അങ്ങ് പോകാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആളുകളും ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ ഇതുപോലത്തെ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുന്ന ഓരോ വ്യക്തികളും വളരെയധികം പോസിറ്റീവ് ആവുക, വളരെ പവർഫുൾ ആവുക. നിങ്ങളുടെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എല്ലാവർക്കും ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി.